വർത്തമാന കാലഘട്ടത്തിലടക്കം നമ്മുടെ പെൺമക്കളോടും സഹോദരിമാരോടുമൊക്കെ ജാഗ്രത പുലർത്തണം എന്ന് പറയുമ്പോഴാണ് ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള സംഭവങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഞാൻ അവരുടെ ഒരു മാനസിക നിലയിലേക്ക് വരാം. അതിനു മുമ്പ് ഇപ്പോൾ ഹൊറർ നോവലിസ്റ്റ് കൂടിയായി സിജിത അനിൽ ചേരുന്നുണ്ട്. സാധാരണ ശ്രീമതി സിജിത ഈ നോവലുകളൊക്കെ, പ്രത്യേകിച്ച് ഈ ഹൊറർ സ്വഭാവമുള്ള നോവലുകളൊക്കെ എഴുതുമ്പോൾ ആ കാലഘട്ടത്തിന് നിരക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളും അത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതുമൊക്കെയാണല്ലോ പ്രമേയമായി വരാറുള്ളത്. ഇപ്പോൾ ഈ താങ്കൾക്ക് ഈ വാർത്തയും വിവരവും ഒക്കെ ലഭിക്കുമ്പോൾ അതിശയോക്തിയുണ്ടോ? പ്രത്യേകിച്ച് 2006 കാലഘട്ടത്തിലാണ് ബിന്ദു പത്മനാഭൻ തിരോധാനം ഉണ്ടാകുന്നത്. അത് പിന്നീട് ഒരുപാട് വൈകിയാണ് ആ പരാതി ലഭിക്കുന്നതെങ്കിൽ പോലും ഈ ബിന്ദുവിനെ പോലെ ഒരാളെ എങ്ങനെ പരിചയപ്പെടുന്നു? അവർ തന്നെ അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ആളായിരുന്നു. 2 ഇടത്ത് സ്ഥലം വാങ്ങിയതും അതിൽ തന്നെ ഈ വ്യാജരേഖയുണ്ടാക്കി അത് വിറ്റതുമൊക്കെ അങ്ങേയറ്റം ഇതെങ്ങനെ സാധിച്ചു എന്നൊരു സംശയം താങ്കളിൽ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അതിശയോക്തി ഒന്നും തോന്നുന്നില്ല. അതിന്റെ കാരണം സ്ത്രീകൾ കുറ്റവാളികളുടെ മാനസിക അതിക്രമത്തിന് ഇരയാകുന്നത് വെറും ഒരു യാദൃശ്ചികതയൊന്നും അല്ല. പിന്നിൽ സുതാര്യമല്ലാത്ത സാമൂഹികവും കുടുംബപരവും മാനസികവുമായ നിരവധി ഘടകങ്ങളുണ്ട്. മനസ്സിന്റെ ശൂന്യതയും ബന്ധങ്ങളുടെ ക്ഷീണവും മാനസികവും ജൈവികവുമായ മാറ്റങ്ങളിലൂടെ പോകുന്ന ഒരു പ്രായമാണ് മധ്യവയസ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെബാസ്റ്റിന്റെ ഇരയായ സ്ത്രീകൾ എന്ന് പറയുന്നതും മധ്യവയസ്സിൽ കൂടെ കടന്നുപോയ സ്ത്രീകൾ തന്നെയാണ്. അപ്പൊ ഈ കാലഘട്ടത്തില് സ്ത്രീകൾക്ക് കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടല്, ബന്ധങ്ങളുടെ തകരാറ്, കുടുംബകാര്യങ്ങളില് അവർക്ക് ഇപ്പൊ വലിയ പ്രാധാന്യമില്ല എന്നുള്ള ഒരു തോന്നല്, പിന്നെ പങ്കാളിത്ത കുറവ്, കുട്ടികളുടെ വിട്ടുമാറല്, അവഗണന, ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളിലൂടെ ഇവരുടെ മനസ്സ് ഉള്ളിൽ ഒരാളായിട്ട് മാറുന്ന ഒരു പ്രവണതയുണ്ട്. ഈ ഘടകങ്ങൾ അവരിൽ ഒരു ശൂന്യത സൃഷ്ടിക്കുന്നുണ്ട്. ഈ ഇത്തരം ശൂന്യതയിൽ നിന്ന് രക്ഷപ്പെടാനും കുറച്ചുകൂടി സ്വത്ത് സമ്പാദിക്കാനും ഒക്കെയുള്ള ഒരു ആത്മവ്യഗ്രതയാണ് പലരെയും പുതിയ ബന്ധങ്ങളിലേക്ക് എത്തിക്കുന്നത്. മനഃശാസ്ത്രപരമായി രക്ഷകൻ ചമഞ്ഞെത്തുന്ന സെബാസ്റ്റിനെ പോലെ, ഇപ്പൊ നമ്മൾ അയാളെ കുറ്റവാളി എന്ന് നമുക്ക് പറയാൻ കഴിയും, സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ഇത്തരം കുറ്റവാളികളുടെയും ഒരു ചതിയുടെ ആധാരം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള മാനസിക അവസ്ഥയിലേക്കുള്ള കടന്നുകയറ്റമാണ്. പലരുടെയും ലക്ഷ്യം സമാനമാണ്. ആദ്യ സുഹൃത്തായിരിക്കും, നല്ല സംസാരം, ബഹുമാനം, നമുക്ക് ഇഷ്ടം തോന്നുന്ന പ്രകൃതം, പിന്നീട് അതൊരു ആത്മബന്ധമായി മാറുന്നു. തുടർന്ന് സഹാനുഭൂതിയുടെ പേരിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുക, ഒന്നിച്ച് ബിസിനസ് നടത്തുക. ഇവിടെ ബിന്ദു പത്മനാഭനെയൊക്കെ സംബന്ധിച്ചിടത്തോളം സമ്പത്തുള്ള സ്ത്രീയായിരുന്നു. അപ്പൊ അത് കൂടുതലും അതിൽ അവരുടെ സ്വത്ത് തട്ടിയെടുക്കാനായിട്ട് വരുന്ന ഒരു സുഹൃത്ത് എന്ന രീതിയിൽ വരുന്ന അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി വിശ്വാസ്യത ഉറപ്പാക്കുന്നതിന് വേണ്ടി അവര് വ്യാജരേഖകൾ കാണിക്കും, സന്ദർശനങ്ങൾ കാണിക്കും, തുടങ്ങി വിപുലമായ സങ്കേതങ്ങൾ അവർക്ക് മുന്നിലുണ്ട്. അതിജീവനത്തിന്റെ കഥകൾ പറയുക, ദുഃഖാനുഭവങ്ങൾ പങ്കുവെക്കുക. അങ്ങനെ ഈ ഒരു പ്രാരംഭ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ബിസിനസ്സിലേക്കോ, അല്ലെ അവർക്ക് കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കാം, അല്ലെ നല്ലൊരു ബിസിനസ്, നമുക്ക് റിയൽ എസ്റ്റേറ്റിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, ഐശ്വര്യമായിട്ടുള്ളതൊക്കെ. അപ്പൊ അത്തരം ഒരു അവസ്ഥയിലേക്ക് സ്ത്രീകളുടെ മനസ്സിനെ ചൂഷണം ചെയ്യപ്പെടുകയാണ്. അപ്പൊ അതിന്റെ പ്രതിരോധം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിബോധത്തിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കേണ്ടത്. ഒരാളെ വിശ്വസിക്കുക എന്ന് പറയുമ്പോഴും ആ സുഹൃത്ത് എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം അതിനാദ്യം കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പൊ അത് പിന്നീട് അവർക്ക് അയാളെ മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് അതൊരു കൊലപാതകത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ സ്ത്രീകളുടെ മാനസികാവസ്ഥയും വ്യക്തിപരമായ ശൂന്യതയും കുറ്റവാളികളെ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഈ പ്രണയവും, അതായത് അതിനിപ്പോൾ ഈ കാലാന്തരം അല്ലെങ്കിൽ കാലഭേദമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വേണമല്ലേ നമുക്ക് അനുമാനിക്കാൻ? തീർച്ചയായും ഇത് ഇനി മുന്നോട്ട് നടക്കും. ഇതിനു മുമ്പ് ഒരുപാട് നടന്നും പോയിട്ടുണ്ട്. അല്ല, ഈ പുതിയ കാലഘട്ടത്തിൽ എപ്പോഴും പറയാറുണ്ടല്ലോ, ഈ പുതിയ ജീവിത രീതിയാണ്, മനുഷ്യനേറെ മാറിയിരിക്കുന്നു, ടെക്നോളജിയെ ഉപയോഗിക്കുന്നു, ആളുകൾ തമ്മിൽ ഇപ്പോൾ ജോലിയുടെ സാഹചര്യം, കുടുംബ ബന്ധങ്ങളിൽ വലിയ അകൽച്ച എന്നൊക്കെ പറയുന്ന ഒട്ടേറെ കാര്യങ്ങൾ പുതിയ കാലഘട്ടത്തിൽ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതെ, പുതിയ കാലഘട്ടത്തിലെ ഈ സ്ത്രീകള് അവരുടെ ഒറ്റപ്പെടല് മാറ്റാനായിട്ട്
ഒരു പുതിയ പുതിയ ബന്ധങ്ങളിലേക്ക് മാറുകയും അവർക്ക് ഒരു അനുകമ്പയും കരുണയും ഒക്കെ പ്രകടിപ്പിക്കുന്ന അല്ലെ നമ്മുടെ സങ്കടങ്ങൾ കേൾക്കുന്ന ഒരാളുമായിട്ട് അവരുടെ വിഷമങ്ങൾ പങ്കിടാനും ഇപ്പൊ നമുക്ക് അവരിലേക്ക് ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റവാളി ആദ്യം ചെയ്യുന്നത് നല്ല കേൾവിക്കാരനാകുകയാണ്. പിന്നെ അയാളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു, അവരെ സഹായിക്കാൻ അഭ്യർത്ഥിക്കുന്നു, സാമ്പത്തികമായിട്ട് ആദ്യം ഒന്ന് സഹായിക്കും, പിന്നീട് അവിടെയാണ് ഈ സംശയം. കാരണം ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ പുതിയ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ, അതിന്റെ ചതിക്കുഴികളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാറ്. ഇതിപ്പോൾ അങ്ങനെയൊന്നുമുള്ള ഒരു സാങ്കേതിക സംവിധാനങ്ങൾ ഇല്ലാത്ത കാലഘട്ടത്തിൽ ആണ് ഇത്തരം നിരവധി സ്ത്രീകളെ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. ഈ കാലഘട്ടം ഏത് തന്നെയായാലും സ്ത്രീകളുടെ സ്വഭാവം എന്ന് പറയുന്നത് ഒരാളെ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവരെ അന്ധമായിട്ട് അങ്ങ് വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അവര് ഇപ്പൊ ബിന്ദു പത്മനാഭൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീ ആയിരുന്നു. ഈ ജൈനമ്മ ബിന്ദു പത്മനാഭന്റെ സ്വത്ത് തട്ടിയെടുക്കുന്നിടത്തൊക്കെ ഇവരുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടു. ഇത് ഞാൻ പറഞ്ഞ ഈ മൂന്നല്ല എത്രയോ ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഈ കാണാതായേക്കുന്ന സ്ത്രീകളും ഒക്കെ ആയിട്ട് പലതരത്തിൽ ഈ സെബാസ്റ്റിനും ഇതിൽ ചില സ്ത്രീകളുമായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ട്. സ്ത്രീകൾക്ക് തമ്മിലാണെങ്കിലും അവര് ചതിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുന്ന നിമിഷമാണ് അവരുടെ പ്രതികരണം രൂക്ഷമാകുന്നത്. അങ്ങനെ രൂക്ഷമായി കഴിയുമ്പോഴാണ് ഇവരെ ഓരോന്നും കൊലപാതകത്തിലേക്ക് എത്തിച്ചേരുന്നത്. കാരണം ഏത് കള്ളവും പിടിക്കപ്പെടാതിരിക്കാൻ അവരെ കൊല്ലുകയോ ഒളിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണല്ലോ സ്വാഭാവികമായിട്ട് ഒരു ക്രിമിനലിന്റെ ലക്ഷ്യം. തീർച്ചയായും ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോഴും പ്രേക്ഷകരോട് പറയട്ടെ,